திருடாதே பாப்பா திருடாதே தனனே தனனே திருடாதே திருடாதே பாப்பா திருടാதേ. തിരിടിയ ചേടാ കുനിഞ്ഞു നിന്ന കുടം അടിച്ചു മാറ്റുന്ന കള്ളന്മാരാ ചുറ്റും. ഭവാനി ഞാൻ സഹായിക്കണം. എന്ത്? അല്ല അണ്ടാവി വെള്ളം എടുക്കാൻ ഞാൻ സഹായിക്കണം. അണ്ടാവിലെ വെള്ളം ഞാൻ എടുത്തോളാം. വേണ്ട ഞാൻ എടുത്തോണ്ട് തരാം. വേണ്ടെന്നേ. അതൊരു ബുദ്ധിമുട്ടാവൂലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കതൊരു ശീലല്ലേ. ശരിയാ, ഒരു കാര്യം ദിവസവും ചെയ്താൽ അത് ശീലമായി പോ. വിറ്റടിക്ക അല്ല വാങ്ങി അടിക്കുക. ഇത് തമാശ. അല്ല ഭവാനി ഇത്രയും ഭാരം ഒക്കത്തെടുത്താൽ ഉളുക്ക് വരും. ഉളിക്കോട്ടെ പപ്പേട്ടാ. ഉളുക്കിക്കോട്ടെ. ഞാനിവിടെ ഉള്ളപ്പം ഭവാനിക്ക് ഉളുക്ക് വരാൻ സമ്മതിക്കില്ല. എനിക്ക് ഉളിക്കാ. പപ്പേട്ടനെന്താ? കുളിക്കാലോ. എന്റെ അണ്ട എന്റെ ഭാര്യ ഇവൻ ഉളുക്കും, ഇവനെ ഞാനൊന്ന് ചളുക്കും. മാറി ഞാൻ എടുക്കട്ടെ. ഭവാനി ഉളുക്ക് ഞാൻ കൊണ്ടുവച്ചേരാ. എന്നാ കൊണ്ടുവയ്ക്കേ. അയ്യോ നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? തന്നെ വലിയ തങ്ങനെ അന്വേഷിക്കണു. ഞാൻ ഈ അണ്ട അടുക്കളയെ കൊണ്ട് വെക്കട്ടെ. തനിക്ക് അണ്ട വലുതോ അതോ വലിയ താൻ വലുതോ? വലിയ താൻ സംശയം ഉണ്ടോ? മണ്ട അണ്ട ഞാൻ കൊണ്ടുവയ്ക്കാം. വേണ്ട അത് പറഞ്ഞോ. പണ്ടാരം അടങ്ങാൻ. പൂജയ്ക്ക് ഇനിയിപ്പൊ കച്ചാർ വാഴയുടെ നീരുണ്ടാക്കി അഗ്നികുണ്ടത്തിൽ ഒഴിച്ചാലേ പുക വരുള്ളൂ അത്രേ. ഞെളിഞ്ഞിരുന്ന് പറഞ്ഞാ മതിയല്ലോ തമ്പ്രാക്കന്മാർക്ക്. എന്റെ ഭഗവതി, കരിമൂർഖന്റെ ചീറ്റലാണല്ലോ കേട്ടത്. രക്ഷ 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 സർവരക്ഷ ഭവാനി. ഹലോ. എപ്പോ വന്നു? ഇത് ഞാനാ ഗായത്രി. മൈക്കൽ ജാക്സൺ. മൈക്കൽ ജാക്സൺ. പീസ് പോയോ? നിനക്ക് ഈ പെമ്പിള്ളേരുടെ സൈക്കോളജിയെ പറ്റി ഒന്നും അറിയില്ല. എനിക്കൊരു കുന്തം അറിയണ്ട. ഞാനൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. നീ എന്തോ ഉണ്ടാക്കും. അത് ഇയാളെന്തിനാ അറിയുന്നത്? എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. എടാ നീ ഞാൻ പറയുന്നു കേൾക്ക്. ദാറ്റ് ഗേൾ ഈസ് ഇൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അല്ലായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യോ? നീ സ്വപ്നത്തിൽ കാണുന്ന പെണ്ണല്ലേ? സ്വപ്നത്തിൽ കണ്ട പെണ്ണ്, അതത്രേ ഉള്ളൂ. പക്ഷേ കയ്യിലിരിപ്പ് മഹാമോശ. അതിപ്പോഴേ ഉടച്ചില്ലേ അവൾ എന്റെ തലേ കയറി ഡാൻസ് ചെയ്യും. മോനെ അപ്പുക്കുട്ടാ തൊപ്പിക്കാരാ കിറ്റ്കാറ്റ് ചോക്ലേറ്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കാനാടാ. അവിടെ നിൽക്കൂ. അതെ ചേട്ടൻ ചോദിച്ച ഒരു കാര്യം പറയൂ. ഓ ഈ ബോംബെ പിശാസിന്റെ ഒരു കാര്യം. അതെ നിന്റെ ഗായത്രി ചേച്ചി പുള്ളിക്കാരുടെ കുളി ഞാൻ എവിടെ ചേച്ചി കുളിക്കാൻ പോണതിന് മുമ്പ് എന്റെ അടുത്ത് വന്ന് പറയണം. പറയാവോ? അങ്ങനെ പഠിക്കാൻ വരട്ടെ, അത് വിട്. നിന്റെ ചേച്ചി കുളിക്കാൻ പ്ലാൻ ഇടുമ്പോ നഹാന മേരൊക്കെ ബോൾനാ നമ്മുടെ പിടി. ഇത് കംപ്ലീറ്റ് കുളവാണെന്നാ തോന്നണേ. എടാ കള്ള ബടുവാ, ഇത് ആരോടും ചെന്ന് പറഞ്ഞേക്കല്ലേ. കിറ്റ്കാറ്റ് ഉണ്ട്, മിൽക്കി ബാർ ഉണ്ട്, ബാർബൺ ഉണ്ട്, ക്രഞ്ച് ഉണ്ട്, എല്ലാം അപ്പൂസിനുള്ളതാ. എടുക്കാൻ വരട്ടെ. മനുചേട്ടൻ എന്തൊക്കെയാ തിരക്കിയത്? ചേച്ചി എവിടെയാ കുളിക്കുന്നേന്ന്. എന്നിട്ടെന്ത് പറഞ്ഞു? പറയടാ. ചേച്ചി കുളിക്കാൻ പോകുമ്പോ വന്ന് പറയണോന്ന്. അതെന്തിനാ അപ്പൂസേ? ചേച്ചിയുടെ കുളിപ്പിങ്ങാണ്. നിന്റെ മനുചേട്ടൻ ആള് കൊള്ളാലോ. അപ്പൊ ശരി, കുളിച്ചു കളയാം. മനുവിന്റെ അടുത്താ കളി. ഇന്ന് അവളുടെ ഫീസ് ഊരിട്ട കാര്യമുള്ളൂ. മക്കള് കളിച്ചോട്ടോ. ചേച്ചി കുളിച്ചിട്ട് ഇപ്പൊ വരാം. ചേച്ചി കുളിച്ചിട്ട് ഇപ്പൊ വരാം. കുട്ടിക്ക് എന്താ നീ പറയുമ്പോ കുളിക്കാതിരിക്കാൻ ഞാൻ? അയ്യോ അതല്ല ആന്റി പ്രശ്നം. ആന്റി കുളിച്ചിട്ടാണ് എനിക്ക് കുളിക്കാൻ, ഞാൻ കുളിച്ചിട്ട് വേണം കുട്ടികൾ കുളിക്കാൻ, കുട്ടികൾ എല്ലാവരും കുളിച്ചിട്ട് വേണം വല്യത്താൻ കുളിക്കാൻ, വല്യത്താൻ കുളിച്ചിട്ട് വേണം ആന്റി എനിക്ക് ഒന്നുകൂടെ കുളിക്കാൻ. പ്ലീസ് ആന്റി വേഗം കുളിക്കാൻ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ കുളിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഈ കുട്ടിയുടെ ഒരു കാര്യം കൊണ്ട് ഞാൻ പോസ്റ്റു. സോപ്പ് Baby.
പ്ലീസ്. എന്താ ആരവിടെ നിലവിളിച്ചത്? മാങ്ങ മറ്റം കയറിയതാ. പെണ്ണുങ്ങളുടെ കുളിമുറിയുടെ ഓടൊക്കെയാണോ മാങ്ങ പറിക്കുന്നത്? അത് മാങ്ങയുടെ സീസൺ അല്ലല്ലോ. എന്താ വേലത്തിൽ തുടങ്ങുന്നത്? ഞാനില്ല. എങ്ങനെ നിനക്ക് ധൈര്യം കിട്ടി ഇങ്ങനെ ഒരു നാടകത്തിന്? എന്ത് പറ്റീന്ന്? ആത്മാക്കള് കയറിയിട്ടുണ്ടോന്നാ എന്റെ സംശയം. ഹായ് താമിണ്ടാണ്ടിരിക്ക. പൂജയെ കാണുന്ന നിസാരായിട്ടാ എങ്കിൽ അതല്ലാന്ന് കരുതിക്കോളൂ. ഹോമപ്പുകച്ചുരുൾ ആകാശത്തേക്ക് ഉയരുമ്പോ ചുറ്റുവട്ടം ആകെ ഒരു നിയത ശക്തിയാൽ തുള്ളാൻ തുടങ്ങും. അപ്പോഴാ അശരീകര ചെയ്തികള്. അപ്പൊ ആ കുട്ടി ഇന്നലെ കുളക്കടവിൽ വെച്ച് എന്റെ തുണി എടുത്ത് മാറ്റിയതോ? ഏത് കുട്ടി? ഗായത്രി. അവളെന്തിനാ അങ്ങനെ ചെയ്തേ? എനിക്കറിയില്ല. അപ്പോ നീ ഇങ്ങനെ തിരിച്ചും ചെയ്തു. അത് കിട്ടും നിനക്ക്. ഇനി മേലിങ്ങനൊന്നും വേണ്ട. പറഞ്ഞ മനസ്സിലാണുണ്ടോ? പോകാ എന്നാ. നാരായണൻകുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ആരുടെയും തുണി മാറ്റരുതെന്ന്. പോകാനോ മുമ്പിന്ന് ചുംബൻ. മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ. തേവരശ്ശേരി തന്ത്രിപ്പാടിന് എന്തോ പറയണത്രേ. അഞ്ചാമടത്തിൽ പാവനാ കാണണേ. മൗഢ്യനും നീചനുമായ പാവൻ. ഒന്നാം പക്കം തന്നെ ആപത്താ. ഈ രാത്രിയില് എന്തും സംഭവിക്കാം. ഇന്നോട് നീ ആടെയൊന്നും പറഞ്ഞിട്ടില്ലടി. മുടിയുള്ള ഒരാള് വന്ന് എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. മോള് സ്വപ്നം കണ്ടതാ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? പൊന്നു മോള് കരയാതെ. കുട്ടിയെ എവിടെ നിന്ന് മാറ്റാ? ഒറ്റയ്ക്ക് കിടത്തണ്ട, മാറ്റാ. ആരാ ഈ മുടിയുള്ള ആള്? കുട്ടിമാണി അല്ലാണ്ടാരാ? കുട്ടിമാണിയല്ല, മുടിയുള്ള രാഹുലയം വല്യേട്ടൻ. മരിച്ചു എന്ന് കരുതി ശ്രാദ്ധം മുട്ടിയതാ വർഷങ്ങൾക്ക് മുമ്പ്. കുട്ടി സ്വപ്നം കണ്ട് ഭയന്നൂച്ചാ. അയാളുടെ ആത്മാവിന് ഇപ്പോഴും ശാന്തി ലഭിച്ചിട്ടില്ല എന്നർത്ഥം.